നമസ്കാരം. TVK തമിഴക വെട്രിക്കഴകം പാർട്ടി കേരളത്തിലും സജീവമാകാനുള്ള ആലോചന. തമിഴകം വെട്രിക്കഴകം പാർട്ടിയുടെ യൂണിറ്റുകൾ കേരളത്തിലും നിലവിലുണ്ട്. തമിഴകത്ത് ഒരു മുന്നണികളിലും ചേരാതെ തനതായ രീതിയിൽ നിലകൊണ്ടുകൊണ്ട് ഏതാണ്ട് ഭൂരിപക്ഷം സീറ്റുകളിലും മാറ്റുരയ്ക്കുവാൻ തീരുമാനിച്ച TVK കേരളത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ള ഒരു ചോദ്യമുണ്ടായിരുന്നു. കേരളത്തിലെ ആയിരക്കണക്കിന് വരുന്ന വിജയ് ആരാധകരുടെ മണ്ഡലങ്ങൾ കേരളത്തിൽ TVKയുടെ യൂണിറ്റുകളായി രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം യൂണിറ്റുകൾക്ക് കിട്ടുന്ന നിർദ്ദേശം അനുസരിച്ചായിരിക്കും കേരളത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ TVKയുടെ നിലപാടും വോട്ടും. ഇത് വളരെ നിർണായകമായ ഒരു തീരുമാനമാണ്. TVK എന്ന പാർട്ടി കേരളത്തിൽ സജീവമായി ഇല്ലെങ്കിലും, അല്ലെങ്കിൽ കേരളത്തിലെ മറ്റു പാർട്ടികളോടൊപ്പം ഇവിടെ സജീവമായി പ്രവർത്തനമില്ലെങ്കിലും വിജയ് ആരാധകർ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ പോക്കിരി സൈമൺ എന്ന ഒരു സിനിമ വിജയ് ആരാധകരെ കുറിച്ച് നിർമ്മിക്കപ്പെട്ടതാണ്. ആ സിനിമയുടെ റിലീസ് ദിവസം ഇവിടുത്തെ മലയാളത്തിലെ സൂപ്പർ താരങ്ങളുടെ ചിത്രങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ വലിയൊരു ഇനിഷ്യൽ പുള്ള്, അതായത് 3 ദിവസം ഹൗസ്ഫുള്ളായിട്ട് തിയേറ്ററുകളിൽ ആ ചിത്രം പ്രദർശിപ്പിച്ചു. കാരണം അത് വിജയ് ആരാധകരുടെ ഒരു തള്ളിക്കയറ്റമായി. അത്രത്തോളം ശക്തമാണ് വിജയ് ആരാധകരുടെ കേരളത്തിലെ കരുത്ത്. കേരളത്തിലെ മുക്കിലും മൂലയിലും വിജയ് മണ്ഡലങ്ങളുണ്ട്. കോഴിക്കോട്ട് ചെന്നാലും, കണ്ണൂർ ചെന്നാലും, കാസർഗോഡ് ചെന്നാലും, കളിയിക്കവിള ചെന്നാലും, തിരുവനന്തപുരത്തായാലും, ഇടുക്കിയിലായാലും ഒക്കെ ഈ വിജയ് മണ്ഡലങ്ങൾ, വിജയ് ആരാധകരുടെ ഒരു ശക്തമായ സാന്നിധ്യമുണ്ട്. അപ്പോൾ അതൊരു നിർണായക ഘടകമാണ്. അവർക്ക് ഒരു നിർദ്ദേശം ഇപ്പോൾ ലഭിക്കാനിരിക്കുന്നു. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ പോലും അവർക്ക് ഒരു നിലപാട് വിശദമാക്കിക്കൊണ്ടൊരു നിർദ്ദേശം അവർക്ക് ലഭിക്കാൻ പോകുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം അവരുടെ കൂട്ടായ്മകളിലെല്ലാം ഇക്കാര്യം വളരെ ഗൗരവമായി ചർച്ച ചെയ്യും. കേരളത്തിന് തൊട്ടു പിന്നാലെ ആസന്നമായിരിക്കുന്ന തമിഴ്നാട് അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് TVK കടക്കുകയാണ്. അപ്പോൾ അവരുടെ ആരാധക മണ്ഡലങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാനാർത്ഥികൾക്കായിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ആയിരക്കണക്കിന് പേർ തിങ്ങിക്കൂടുകയാണ്. വല്ലാത്ത ഒരു ജനസ്വാധീനം ഈ TVKയിലേക്ക് ഒഴുകിയെത്തുന്നു. ഒരു ജനങ്ങളുടെ ഒരു തള്ളിക്കയറ്റവും ഒരു സ്വാധീനവും തനി വഴി തെരഞ്ഞെടുത്തിരിക്കുന്ന വിജയുടെ പാർട്ടിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മുൻകൂട്ടി മനസ്സിലാക്കിയത് കൊണ്ടാണ് ദേശീയ പാർട്ടികളൊക്കെ അവരോടൊപ്പം കൂട്ടാൻ TVKയെ ക്ഷണിക്കുന്നത്. പക്ഷേ ആരോടൊപ്പവും നിൽക്കാതെ തനിയെ മത്സരിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ അവർ സാന്നിധ്യം ഉറപ്പിക്കുവാൻ വേണ്ടി, അവരുടെ കരുത്തറിയിക്കുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. NDA സഖ്യത്തിൽ 80 സീറ്റും ഉപമുഖ്യമന്ത്രി സ്ഥാനവുമാണ് വിജയ്ക്ക് ഓഫർ ചെയ്തത്. പക്ഷേ അതിലൊന്നും പെടാതെ സാമൂഹ്യ സേവന രംഗത്ത് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് പുതിയൊരു രാഷ്ട്രീയ മാതൃക സൃഷ്ടിക്കുവാൻ വേണ്ടി TVK ഒരുങ്ങുകയാണ്. അപ്പോൾ ഇതിൻ്റെ കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വിവിധ ചെറിയ പാർട്ടികളും വിവിധ കക്ഷികളും ഒക്കെയുള്ള കേരളത്തിൽ TVK പോലെ ഒരു പാർട്ടിക്ക് എന്ത് പ്രസക്തി എന്ന് ചോദ്യമുണ്ടായേക്കാം. പക്ഷേ അവരുടെ ഒരു നിർദ്ദേശം, TVKയുടെ നേതൃത്വത്തിൻ്റെ ഒരു നിർദ്ദേശം വിജയ് രസികർ മണ്ഡലങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ അത് എങ്ങനെ സ്വാധീനിക്കും, എങ്ങനെ അത് വോട്ടായി മാറും എന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. കാരണം വോട്ടുകൾ ഓരോ മണ്ഡലത്തിലും ഏറ്റവും കുറഞ്ഞ 10,000-3,000-4,000 ആരാധകരെങ്കിലും ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം വിജയ്ക്ക് ശക്തമായ ആരാധക അടിത്തറയുള്ളൊരു താരമാണ്. മറ്റൊന്ന്, തമിഴ്നാട്ടിലെ പോലെ രാഷ്ട്രീയവും സിനിമയും രണ്ടായി കാണുന്ന, തമിഴ്നാട്ടിലാണെങ്കിൽ രാഷ്ട്രീയവും സിനിമയും ഒന്നായി കാണുകയും ആ ശക്തി ഒന്നായി പരിണമിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ടെങ്കിൽ കേരളത്തിൽ രാഷ്ട്രീയവും സിനിമയും രണ്ടാണ്. ആ രാഷ്ട്രീയ ബോധ്യങ്ങളുള്ളവർ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ സിനിമയായിട്ട് കാണുകയും അതിൻ്റെ ആരാധകരായി നിൽക്കുകയും ചെയ്യും. അപ്പോൾ അത് നമ്മൾ ഇതിനകത്ത് വ്യത്യസ്തമായി കാണണം. പക്ഷേ ഇത്തരം ഒരു നിർദ്ദേശം വന്നാൽ അത് ഒരു നിർണായകമായ ഒരു ഘടകമായി തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണേണ്ടി വരും. തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് TVK വലിയൊരു ആവേശമാണ് ഉയർത്തുന്നത്. കാരണം വിജയ് നയിക്കുന്ന തമിഴ് വെട്രിക്കഴകം, അതിനോടൊപ്പം തൃഷ എന്ന് പറയുന്ന ആരാധകരുടെ മനസ്സിൽ സ്വപ്നതുല്യമായി യുവാക്കളുടെ ഇടയിൽ ഉള്ള നായിക പരിവേഷമുള്ള തൃഷ വിജയോടൊപ്പം ഉണ്ട്. അപ്പോൾ വിജയും തൃഷയും ചേർന്നുകൊണ്ട് ഒരു സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്കുള്ളൊരു വരവും, ഒരു രാഷ്ട്രീയത്തിലേക്ക് ഒരു കടന്നുവരവും ഒക്കെ വളരെയേറെ പ്രതീക്ഷയോടെയാണ് അവിടുത്തെ തമിഴ് ആരാധകരും തമിഴ് രാഷ്ട്രീയ കക്ഷികളും ഒക്കെ കാണുന്നത്. കാരണം തമിഴ്നാട്ടിൽ ഇതിനു മുൻപ് ഇത്തരം രാഷ്ട്രീയ നീക്കങ്ങളും അത് യാഥാർത്ഥ്യമാവുകയും അത് ഫലവത്താവുകയൊക്കെ ചെയ്തൊരു പാരമ്പര്യമുണ്ട്. MGR തൊട്ട് കരുണാനിധി, ജയലളിത. അപ്പോൾ അത്തരത്തിലൊരു തനിയാവർത്തനം പോലെ, അല്ലെങ്കിൽ അത്തരത്തിലൊരു പുതിയ കാലത്തെ ഒരു ശക്തിയായി വിജയും തൃഷയും അവരുടെ പാർട്ടിയും ഒന്നാകെ വളർന്നു വരുമെന്നുള്ളൊരു പ്രതീക്ഷ അവിടെ നിൽക്കുന്നു. അപ്പോൾ തന്നെ
മറ്റൊന്നുള്ളത് രജനികാന്തിനെ പോലുള്ള വലിയ സൂപ്പർ സ്റ്റാർ കേരളത്തിലും ഇന്ത്യയിലും ലോകത്ത് തമിഴ്നാട്ടിലുമൊക്കെ ലോകത്തെങ്ങും പേരുള്ള തമിഴ്നാട്ടിലെ സൂപ്പർ സ്റ്റാർ രജനികാന്ത്, അതുപോലെ തന്നെ കമലഹാസൻ, ഇവരൊക്കെ വിചാരിച്ചിട്ട് നടക്കാത്ത ഒരു സ്വപ്നമാണ് വിജയ് യാഥാർത്ഥ്യമാക്കുന്നത്. രജനികാന്ത് DMKയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ചില വിമർശനങ്ങളൊക്കെ ഉയർത്തിയത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വളരെയേറെ വിവാദത്തിൽപ്പെട്ടിരുന്നു. പക്ഷേ വിജയ് ഒന്നിനെയും കൂസാതെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു വിജയത്തിലേക്ക് അടുക്കുകയാണ്, അല്ലെങ്കിൽ ഈ പാർട്ടി വളരെ ദ്രാവിഡ രാഷ്ട്രീയത്തിൽ വേരുറപ്പിക്കുന്ന തരത്തിലേക്ക് വളരുകയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിലാണ് കേരളത്തിലെ അവരുടെ വിജയ് മന്ത്രങ്ങൾ, വിജയ് ഫാൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മകൾ ഇപ്പോൾ വളരെ ദ്രുതഗതിയിൽ കൂട്ടായി ആലോചിക്കുന്നത്. അവർക്ക് അവരുടെ മുന്നിലേക്ക് വിജയിയുടെ ഒരു നിർദ്ദേശം, ഒരു ശബ്ദ നിർദ്ദേശം തന്നെ വരുമെന്നുള്ള ഉറപ്പിലാണ് അവർ കാത്തിരിക്കുന്നത്. അത് കേരളത്തിലെ തെരഞ്ഞെടുപ്പിലും വോട്ടിലുമൊക്കെ ഒരു ചെറിയ തോതിൽ, ചെറുതല്ലാത്ത തരത്തിലൊരു സ്വാധീനം ചെലുത്തുമെന്നും നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു.